ഇറ്റ്സ് മീ ഹലിത ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഞാനൊരു ഹൈക്കിന് പോവാണ്. എങ്ങോട്ടാണ് പോണേന്നൊക്കെ ഞാൻ പറയാം. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല പോണത്, എൻ്റെ കൂടെ ദേവികയും ശങ്കരേട്ടനും ഉണ്ട്, പുതിയ രണ്ടാൾക്കാരുണ്ട്. യെസ്, ആ പുതിയ രണ്ടാൾക്കാരുടെ കാറിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ആരാ പുതിയ രണ്ടാൾക്കാരെന്നോ? ഒന്ന് ദേവികേൻ്റെ കസിനാണ്, പിന്നെ ആളുടെ ഹസ്ബൻഡും, അശ്വതി ചേച്ചിയും വൈശാഖേട്ടനും. അപ്പം ഇവരെല്ലാം കൂടിയാണ് ഞാനിന്ന് ഹൈക്കിന് പോണത്. ഫസ്റ്റ് നമ്മൾ പോയത് വില്ലേജിലേക്കാണ്. ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് ഒരു ഡ്രൈവാണ്. ഒരു 35 to 45 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് എത്തും. എങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. സോദ്രൂസൻ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാഷണൽ പാർക്കിലേക്കാണ് പോണത്. നല്ല ഭംഗിയുള്ള വഴിയായിരുന്നു പോണത്. ഒരു പോയിന്റ് കഴിഞ്ഞാൽ കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ മഞ്ഞ കളറിൽ കാണാൻ തുടങ്ങി. നമ്മൾ പോയതൊരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നും കിട്ടില്ല. അതുകൊണ്ട് ചുറ്റി വളഞ്ഞ് വന്ന് വേറൊരു സ്ഥലത്താണ് പാർക്ക് ചെയ്തത്. സോ യെസ്, നമ്മൾ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് സോദ്രൂസൻസ് നാഷണൽ പാർക്ക്. അവിടെ തന്നെ നമുക്കൊരു ബുക്ക്ലെറ്റ് കിട്ടും ഏത് ഹൈക്ക് എടുക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പം ശങ്കരേട്ടൻ്റെ കയ്യിലാണ് ആ ഒരു ബുക്ക്ലെറ്റ് ഇരിക്കുന്നത്. ഏത് ഹൈക്ക് എടുക്കണം എന്നാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഫൈനലി ബ്ലൂ ഹൈക്കാണ് എടുക്കുന്നത്. ബ്ലൂ കളറിലുള്ള ട്രെയിലാണ് കേട്ടോ എടുക്കുന്നത്. കുറച്ച് നടന്നപ്പോൾ വിശക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ബിസ്ക്കറ്റ് എടുത്തു, കുറച്ച് കഴിഞ്ഞ് ഒരു ലേസും എടുത്തു. അങ്ങനെ ഒരു ഫസ്റ്റ് സ്റ്റോപ്പിൽ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെയും നടക്കാൻ തുടങ്ങി. ഇടയിൽ ഇങ്ങനെ മഷ്റൂമൊക്കെ കാണാമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈക്കിൻ്റെ ഓൾമോസ്റ്റ് ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കാൻ ആദ്യം ഒരു സ്പോട്ടിൽ എല്ലാം ഒന്ന് സെറ്റാക്കി. അപ്പോഴാണ് അതിനടുത്ത് അതിനേക്കാളും കിടിലനായിട്ടുള്ളൊരു ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടത്. അപ്പോൾ പിന്നെ എല്ലാം പാക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോയി. സോ ഗൈസ്, നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനിയും നമ്മൾ ഹാഫ് വേ കഴിഞ്ഞു. ഇനി ഏതാണ്ട് ഇത്രയും കൂടി നടക്കാണ്ടെന്നാണ് ഇവർ പറയുന്നത്. നമുക്കറിയില്ല. നമ്മളെ രാവിലെ തൊട്ട് പറ്റിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. കുറച്ചുള്ളൂ പറഞ്ഞിട്ട് കുറേ നടച്ചു. അതും കല്ലും കൊത്തറുള്ള വഴി. നല്ല വഴിയൊന്നും ആയിരുന്നില്ല. കുഴപ്പമില്ല, ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. അങ്ങനെ 2-3 മണിക്കൂറിൽ തീരേണ്ട ഹൈക്ക് നമ്മൾ കുറച്ചധികം സമയം എടുത്തിട്ടാണ് കേട്ടോ നടന്നൊക്കെ എത്തിയത്. മെല്ലെയാണ് അവസാനത്തേക്കൊക്കെ നടന്നത്. കുറച്ച് ഹൈക്ക് കഴിയാനായ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ വിൻ്ററും കൂടെ ആയതുകൊണ്ട്, വിൻ്റർ ആയിട്ടില്ല എന്നാലും ഓട്ടം എൻഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇരുട്ടൊക്കെ ആവും. അതുകൊണ്ട് കുറച്ച് ഇങ്ങനെയൊക്കെയാണ് നടന്നത്. അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ നല്ല ടയർഡായിരുന്നു. ഞാനെന്താ വെച്ചാൽ മനസ്സിലങ്ങോട്ട് കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഫേസ്ബുക്കിലൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് നല്ല ഭംഗിയുള്ള ഫോട്ടോസ് കണ്ടിട്ട് അങ്ങനെ ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ അത്ര ഭംഗി ഉണ്ടായില്ല. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയായിരുന്നു ഈ ഒരു ഹൈക്ക്. എന്തായാലും ഈ കൊല്ലത്തെ അവസാനത്തെ ഹൈക്കാണ്. പക്ഷേ എല്ലാവരുടെ ഒരു പൊതു അഭിപ്രായം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു നാഷണൽ പാർക്കിൽ ഏത് സീസണിൽ വന്നാലും ബ്യൂട്ടിഫുൾ ആണെന്നാണ്. സ്പെഷ്യലി ഓട്ടം സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരണം കേട്ടോ. ഇതിപ്പം 2 ദിവസം മുന്നേ ഒരു വലിയ കാറ്റുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ കാറ്റിൽ എല്ലാ ഇലയും കൂടെ കൊഴിഞ്ഞു പോയതാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ഹൈക്കൊക്കെ കഴിഞ്ഞു. നമ്മൾ എല്ലാവരും ടയർഡായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം റൂമിലേക്ക് പോകാനാണ് അടുത്ത ആവശ്യം എന്ന് പറയുന്നത്. സോ യെസ്, ഇങ്ങോട്ട് കാറിൽ വന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും കാറുണ്ടല്ലോ. അതുകൊണ്ട് കാറിൽ കയറി ഇതേ റൂമിലെത്തി. വേഗം പോയി കുളിച്ച് വന്നു. എന്നിട്ട് ബേസിക് സ്കിൻ കെയർ ഉണ്ട്, നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് അത് ചെയ്യാം. ഇവിടുന്ന് തന്നെ വാങ്ങിയിട്ടുള്ള ഫേസ് വാഷാണ് ACO എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ. ഇത് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ബട്ട് അടിപൊളി ഒരു ഫേസ് വാഷാണ്. പക്ഷേ നാട്ടിൽ കിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അതിനെ പറ്റി പറയേണ്ട. പക്ഷേ നാട്ടിൽ കിട്ടുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയതുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ പിമ്പിൾസ് ഒക്കെ വരികയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പിമ്പിൾ ആക്നി സ്പോട്ട് കറക്റ്റർ ജെൽന്നോ അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം. ഫോക്സ് സ്റ്റീൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. നല്ലതാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണ്. അടിപൊളിയായിട്ട് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ എൻ്റെ നെറ്റിയിൽ ചെറിയ 1-2 പസ് നിറഞ്ഞിട്ടുള്ള കുരുക്കൾ വന്നിട്ടുണ്ട്. സോ നമുക്കത് തേച്ച് കൊടുക്കാം. സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെറാവയുടെ മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഇതിൻ്റെ മോയ്സ്ചറൈസർ ഞാൻ നാട്ടിൽ നിന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. ലോഷൻ ഞാൻ ഇവിടുത്തെ അപ്പോത്തേക്ക് വാങ്ങിയതാണ്. പക്ഷെ നല്ല പ്രൊഡക്റ്റാണ്. ഇത് നമുക്ക് നാട്ടിലെ ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെയും താഴെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ എന്താ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ലിപ് ബാമാണ്. ഇവിടെ ഇനിയിപ്പോൾ വിൻ്ററും കൂടെ വരുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ചുണ്ട് ഡ്രൈ ആവും. അതുകൊണ്ട് ഞാനിപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യുന്നത് ലനേജിൻ്റെ ലിപ് ബാം അല്ലെങ്കിൽ ഈ ഷുഗറിൻ്റെ ലിപ് ബാമാണ്. പിന്നെ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ബോഡി മിസ്റ്റാണ് പ്ലം ഗുഡ്നസിൻ്റെ ഈ ഒരു ബോഡി മിസ്റ്റ്. അത് ഞാൻ രാത്രി എപ്പോഴും മേലെ കഴുകി കഴിഞ്ഞാൽ ഒന്ന് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടും. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.